ഈ ഒരു കൂട്ടായ്മ മറ്റുള്ള കൂട്ടായ്മകളിൽ നിന്നും വളരെ അധികം വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണ്. അതിന് മുഖ്യമായ ചില കാരണങ്ങളുണ്ട്. നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ചില വാല്യൂസാണ്, മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളും നമ്മുടെ ജീവിത മൂല്യങ്ങളുമായി അധികം വ്യത്യാസമല്ല. ആദ്യം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയെ പറ്റി സ്നേഹം, സൗഹൃദം, സഹപാഠിത്വം, സമത്വം, സ്ഥിരത, അങ്ങനെ 5 or 6 മൂല്യങ്ങൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂട്ടാത്ത ഘടകമായി ഈ ഒരുമിച്ചിരിക്കാം ഓർമ്മത്തണലിൽ സംഗമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് വലിയ ഒരു പ്രത്യേകത. അത് വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും, ഒരു സമൂഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഒരു സംഘടനയുടെ കാര്യത്തിലാണെങ്കിലും മൂല്യങ്ങളാണ് ഒരു സ്വഭാവം നൽകുന്നത്. അതർവൈസ് വാല്യൂസ് വിൽ ഗീവ് യു ക്യാരക്ടർ എന്ന് പറയും ഇംഗ്ലീഷിൽ. നമുക്കെല്ലാം ഒരു വ്യക്തിത്വമുണ്ട്. ഒരുമിച്ചിരിക്കാം ഓർമ്മത്തണലിൽ എന്ന ഈ കൂട്ടായ്മയ്ക്ക് ഒരു വ്യക്തിത്വമുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ വ്യക്തിത്വം ഉള്ളതുപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്കും ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വമാണ് നമ്മളെ മറ്റുള്ള കൂട്ടായ്മയിൽ നിന്നും വ്യത്യസ്തമാക്കി വെച്ചുകൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കൂട്ടായ്മയെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദനമാണ്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വാല്യൂസ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സ്, നമ്മൾ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. എന്നിരുന്നാൽ കൂടിയും നമ്മളിൽ ഉള്ള ഒരു കോമണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ പഠിച്ചവരാണ്. ഇന്ന് നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒത്തിരി സന്തോഷവാനാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ നമ്മളെ നമ്മൾ കണ്ടെത്തുന്നത് ഈ കൂട്ടായ്മ വഴിയാണ്. ജനുവരി 4 പങ്കെടുക്കാൻ സാധിക്കാത്ത ചില കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പോള ഇബ്രഹാം, അതുപോലെ തന്നെ ശൈലജനോ, മാത്യു, അവരെയെല്ലാം കണ്ടെത്തുകയാണ്. അവരുടെ നഷ്ടപ്പെട്ടു പോയ മുഖങ്ങൾ, അവരുടെ വ്യക്തിത്വങ്ങൾ അവർ കണ്ടെത്തുന്നത് ഈ കൂട്ടായ്മ വഴിയാണ്. ഞാൻ ആരാണ്, ഞാൻ ആരായിരുന്നു, എനിക്ക് എന്താ ആകാൻ ഈ കൂട്ടായ്മ വഴി സാധിക്കുമെന്ന് കണ്ടെത്തുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത്. നമ്മൾ ഇന്ന് കൂടുമ്പോൾ മറ്റു പല കൂട്ടായ്മകളെ പോലെ ആയിരിക്കരുത് നമ്മുടെ കൂട്ടായ്മ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 5 മൂല്യങ്ങൾ അല്ല 6 മൂല്യങ്ങളിൽ അടിസ്ഥിതമായിരിക്കണം, ബേസ്ഡ് ആയിരിക്കണം. വലിയ ഒരു ബിൽഡിങ് നമുക്ക് പൊക്കമുള്ള ബിൽഡിങ് കെട്ടിപ്പടുക്കണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ, അടിവാരം അത്രത്തോളം, ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഡീപ്പായിരിക്കണം. വലിയ വൃക്ഷങ്ങൾക്ക്, ഉയരമുള്ള വൃക്ഷങ്ങൾക്ക് അതിൻ്റെ തായ്വേരുകൾ ആഴത്തിലായിരിക്കണം. നമ്മൾ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന വാല്യൂസിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് സ്നേഹം, സാഹോദര്യം, സമത്വം, സഹപാഠിത്വം, സ്ഥിരത, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അതിൻ്റെ ഒരു മകുടോ ഉദാഹരണമായിരുന്നു നമ്മുടെ സിലക്ഷൻ പ്രോസസ്സ് തന്നെ. ഇവിടെ സ്ഥാനങ്ങളാണ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തത്, സ്ഥാനാർത്ഥിയല്ല സ്ഥാനങ്ങളെ സമീപിച്ചത്. പേരുകൾ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ കഴിവുള്ളവരെയും നമ്മുടെ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുവാൻ കാര്യപ്രാപ്തരായവരെയും ഒരു കാരണവശാലും നമ്മൾ
നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ മൂല്യങ്ങളെ കോംപ്രമൈസ് ചെയ്യാത്ത വ്യക്തിത്വങ്ങളെ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുവാൻ നമ്മൾ എല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. കാരണം ഇത് ഇന്നോ നാളെയോ കൊഴിഞ്ഞു പോകേണ്ട ഒന്നായി തീരാൻ പാടില്ല. എപ്പോഴും ഞാൻ പറയും, നമ്മുടെ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് കാർഷിക ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മുടെ കാരണവന്മാരെല്ലാം കർഷകരാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല പഴുത്ത് തുടുത്തിപ്പം വീഴുമെന്ന് റെഡിയായിട്ടിരിക്കുന്ന അടയ്ക്കക്കൊല നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ കായ്കളും ഒന്നിച്ച് പൊഴിഞ്ഞു പോകില്ല. ആദ്യം ഒരെണ്ണം വീഴും, അതിന് പുറകെ ഓരോന്നായിട്ട് പൊഴിയും. നമ്മുടെ ഈ 60-നോടടുക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കളായ ശശീന്ദ്രൻ നമ്മളെ വിട്ടുപോയി. ഇന്നു നീ നാളെ ഞാൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും സമയം എണ്ണപ്പെട്ടതാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അത് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു റിയാലിറ്റിയാണ്. ശിഷ്ടകാലത്ത് 40 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ, ശിഷ്ടകാലത്ത് എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ കണ്ടുമുട്ടുവാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കാരണങ്ങളാണ് ഓണം സെലിബ്രേഷൻ, പൊതുയോഗങ്ങൾ. അവിടെ നമ്മൾ നമ്മുടെ 40 വർഷത്തെ ആ കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആരും സ്ഥാനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കുകയോ അല്ലെങ്കിൽ പൊളിറ്റിക്സ് കളിക്കുകയോ ആ രീതി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ഇവിടെ നമ്മളെല്ലാവരും സമന്മാരാണ്. ഒരു സേറ് വേറൊരു സേറിനുള്ളിൽ ഇറങ്ങുകയില്ല എന്നത് പറഞ്ഞതുപോലെ ഐ കനോട്ട് ഓവർ റൂൾ സണ്ണി വി ആർ. അതേപോലെ തന്നെ സണ്ണി വി ആറിന് എന്നെ ഓവർ റൂൾ ചെയ്യത്തില്ല. കാരണം ഒരു നാഴി വേറൊരു നാഴിക്കകത്ത് ഇറങ്ങുമോ? ഇല്ല. നമ്മളെല്ലാവരും സമന്നരാണ്. അതിന് ഗുണമുണ്ട്, ദോഷവുമുണ്ട്. ആ ദോഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് സിസ്റ്റംസും പ്രോസസ്സും എഴുതി വെച്ചിട്ടുള്ളത്. ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂല്യങ്ങൾ മാറ്റുരയ്ക്കപ്പെടുന്നത്. എല്ലാം ഓക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിലെങ്കിൽ ഈ മൂല്യങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യുവാൻ, മാറ്റുരയ്ക്കുവാൻ, അടിയുറപ്പിച്ച് ഒരു ഫൗണ്ടേഷനാക്കി ആ ഫൗണ്ടേഷൻ്റെ പോലെ നമ്മുടെ സംഗമത്തെ കെട്ടി പണിയുവാൻ നമുക്ക് സാധിക്കുകയില്ല. വിമർശനങ്ങൾ നല്ലതാണ്. വിമർശനങ്ങൾ നമ്മുടെ ഇടയിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയ ആകാൻ നമ്മൾ അനുവദിക്കരുത്. വിമർശനങ്ങൾ നമ്മളെ കെട്ടിപ്പണിയുന്നതായിരിക്കണം. നമ്മളെ ഒന്ന് മെച്ചപ്പെടുത്തുന്ന ഒന്നായിരിക്കണം. അത് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ സംഗമത്തിൻ്റെയും കൂട്ടായ്മയുടെയും കെട്ടുറപ്പത്തിൻ്റെ മേഖലയിലും സ്ഥിരതയിലും എല്ലാ മേഖലകളിലും നമ്മളെ കെട്ടി പണിയുന്ന ഒന്നായിരിക്കണം. ഇറ്റ് ഷുഡ് ബി നെസസറിലി കൺസ്ട്രക്റ്റീവ്, നോട്ട് ഡിസ്ട്രക്റ്റീവ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എല്ലാ സമയത്തും. നമ്മൾ ആരായിരിക്കുന്നു ഈ ഗ്രൂപ്പിൽ എന്നത് നമ്മുടെ ചിന്തകളാണ്. എന്ത് ആശയങ്ങളാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രാക്ഷൻ വഴി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, കൺവേ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ബന്ധങ്ങൾ. നമ്മുടെ ആശയങ്ങൾ നല്ലതെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നല്ലതായിരിക്കും. നമ്മുടെ ആശയങ്ങൾ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയങ്ങളിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ നല്ലതാകണമെന്ന് ആഗ്രഹിച്ചിട്ട് യാതൊരു കാരണവുമില്ല, യാതൊരു ഉപയോഗവുമില്ല. അതൊരിക്കലും സാധ്യമല്ല, അസാധ്യമായ കാര്യങ്ങളാണ്. ഹൗ ഗുഡ് ഈസ് അവർ കമ്മ്യൂണിക്കേഷൻ, സോ ഗുഡ് ഈസ് അവർ റിലേഷൻഷിപ്പ്. അത് ബേസിക് റൂളാണ്, ഫണ്ടമെന്റൽ റൂളാണ് ഏത് റിലേഷൻഷിപ്പിലും. അത് കുടുംബത്തിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും
ഇതുപോലെയുള്ള സംഗമങ്ങളിലായാലും. അതുകൊണ്ട് പുതിയതായി സെലക്ട് ആയിട്ടുള്ള നമ്മുടെ ചെയർമാനെയും സെക്രട്ടറിയെയും ജോയിന്റ് സെക്രട്ടറിയെയും ട്രഷറിയെയും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയും അനുമോദിക്കുകയും ചെയ്യാണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ വാല്യൂസിനെ ഒരു കാരണവശാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല എന്നെനിക്കറിയാം. ആരെങ്കിലും ഇൻക്ലൂഡിങ് മീ കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇത് നിങ്ങളുടെ ബർത്ത് റൈറ്റ് ആണ്. ആ പേഴ്സണെ പോസിറ്റീവ്ലി ടു കൺഫ്രണ്ടേഷൻ റീഇൻഫോഴ്സ് വാല്യൂസ് എന്നാണല്ലോ പറയുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോസ്. അവൻ്റെ നല്ലൊരു നമ്മുടെ ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവൻ്റെ ചില പോയിന്റുകളൊക്കെ നമുക്ക് സഹായമായിരിക്കും. താങ്ക് യു ജോസ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക അവൻ്റെ പ്രസംഗത്തിന്.